ഈ പാമ്പ് മിന്നാമിനിങ്ങനെ വിഴുങ്ങാൻ വന്നൊരു കഥയുണ്ട്. പാമ്പ് മിന്നാമിനിങ്ങനെ വിഴുങ്ങാൻ വന്നു. അപ്പം മിന്നാമിനുങ്ങ് ചോദിച്ചു, എന്നെ വിഴുങ്ങിക്കോ, അതിന് മുമ്പ് ഒരു 3 ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു മിന്നാമിനുങ്ങ്. പാമ്പ് പറഞ്ഞാൽ ചോദിച്ചോന്ന് പറഞ്ഞു. മിന്നാമിനുങ്ങ് ചോദിച്ചു, ഞാൻ നിങ്ങളെ പാമ്പുകളുടെ ഭക്ഷണത്തിൽപ്പെട്ട ഒരാളാണോ? നിങ്ങൾ സാധാരണ കഴിക്കണ ഭക്ഷണം ഉണ്ടല്ലോ, പല സാധനങ്ങളും പാമ്പ് കഴിക്കുമല്ലോ. അപ്പം ആ ഭക്ഷണ വിഭാഗത്തിൽപ്പെട്ട ആളാണോ, ഭക്ഷണ ശൃംഖലയിൽപ്പെട്ട ആളാണോ ഞാൻ? പാമ്പ് പറഞ്ഞ അല്ല. ഞാൻ ഇന്ന് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? പാമ്പിനോട് മിന്നാമിനും ചോദിച്ചു. ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിഴുങ്ങാൻ നിൽക്കണത്? പാമ്പ് ചോദിച്ചു, എനിക്ക് നിന്റെ തിളക്കണ സഹിക്കാൻ കഴിയണില്ല, നിന്റെ തിളക്കണ സഹിക്കാൻ കഴിയണില്ല. ഇതേ അസുഖം ഇവിടെ സംഭവിക്കണം, ഇതേ അസുഖം, ഒരു മാറ്റവും ഇല്ല. സുപ്രഭാതത്തിന് ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തിരുത്താമല്ലോ. കുഴപ്പമാണെങ്കിൽ തിരുത്തണം. എന്തായാലും ഒന്നും പറയാനില്ല. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാർത്ത എഴുതുന്നതെന്നാണ് പല ആളുകളും പറയാറുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ പറയണം നിങ്ങൾ വല്ലാതെ നമ്മൾ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള. ഇടക്കിടക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, CPM-നെതിരെ വാർത്തകൾ വരുന്നു, എഡിറ്റോറിയലുകൾ വരുന്നു, ലേഖനങ്ങൾ വരുന്നു. നാളെ ഇപ്പോൾ ഫസ്റ്റ് പേജ് നിങ്ങൾ കണ്ടോ, ആ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ട് ആകെ B-ഷീറ്റാണ് വരാൻ പോണത്. ഇരട്ട ജീവപര്യന്തം തടവാണ് 10 ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം വലുതാക്കി നമ്മൾ കൊടുക്കും. ലീഗിനെതിരെ വാർത്ത വന്നിട്ടുണ്ടോ? ഒരു ലേഖനം വന്നിട്ടുണ്ടോ? ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടോ? ലീഗിന് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു സംഗതി ഈ 10-11 കൊല്ലത്തിനാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. എന്നാൽ ലീഗിന് ഗുണകരമാകുന്ന വല്ലതും വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ ലീഗിൻ്റെ 75-ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ചന്ദ്രിയേക്കാൾ മനോഹരമായ സപ്ലിമെൻ്റ് ഇറക്കി സുപ്രഭാതം. എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി രേഖാമൂലം കത്തയച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ 75-ാം വാർഷികത്തിന് ഇത്രയും മനോഹരമായ സപ്ലിമെൻ്റ് ഇറക്കി ഈ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി സഹകരിച്ച സുപ്രഭാതം മാനേജ്മെൻറ്റിന് പ്രത്യേകം അഭിനന്ദനം എന്നിട്ട് കത്തെഴുതി. നമ്മൾ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇങ്ങനെ നാട്ടുകൂടി നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പത്രം സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടൽ നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ കാര്യങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ വഴിതെറ്റ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനൊക്കെ വളച്ചൊടിച്ചും വികലമാക്കിയും വികൃതമാക്കിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതടിസ്ഥാനപരമായി നമ്മളെ തളർത്താനും നമ്മൾ നിർവീര്യമാക്കാനും നമ്മുടെ സംഘടനാ ശക്തിയെ ചോർത്തിക്കളയാനുമുള്ള ശത്രുവിൻ്റെ അജണ്ടയിൽ പല നിരപരാധികളും നിഷ്കളങ്കരായ ആളുകളും വീണുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബന്ധപ്പെട്ട ആളുകൾക്ക് അത് തിരുത്തി കൊടുക്കാനും സൗഹൃദപരമായി എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വരണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വെസ്റ്റ് ജില്ലാ SKSF-ൻ്റെ സമ്മേളനമൊക്കെ വരാൻ വേണ്ടി പോകുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരിപാടികളും പദ്ധതികളും അതിൻ്റെ കർമ്മ പദ്ധതികളുമായിട്ടൊക്കെ നമ്മൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും സംഘടനയുടെ സന്ദേശം എത്തിക്കാനൊക്കെയുള്ള ഈ സമ്മേളന പ്രചാരണ പരിപാടികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനമെടുക്കുമ്പോഴൊക്കെ ആദ്യം വലിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും, വലിയ അസ്വാരസ്യങ്ങളുണ്ടാകും. അതിനെക്കുറിച്ച് പല ആളുകളും സംശയം പ്രകടിപ്പിക്കും. ഇപ്പോൾ നമുക്കറിയാം ആലുവ ത്വരീഖത്തിനെ കുറിച്ച് സമസ്ത തീരുമാനം എടുത്തപ്പോൾ പല ആളുകളും പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലെ വലിയ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ആ ഉസ്താദിനെ ജീവിതകാലം മുഴുവൻ കണ്ട ആൾക്കാരാണ് ഞങ്ങൾ. ആ ഉസ്താദിൻ്റെ കൂടെ പോയ ആൾക്കാർ പറയാണ്, ആ ഉസ്താദിൻ്റെ കൂടെ പോയ ആൾക്കാർ, ഞാൻ 11-ാം വയസ്സിൽ ഉസ്താദിനെ കാണാൻ തുടങ്ങിയതാണ്. 12 കൊല്ലം ഉസ്താദിൻ്റെ കീഴിലാണ് വളർന്ന്. ആ ഉസ്താദ് വഴിതെറ്റുന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. കാരണം എന്താണ്, എൻ്റെ മുമ്പിൽ ഇത്രയും മാതൃകാ യോഗ്യനായിട്ടുള്ള മറ്റൊരു ഉസ്താദില്ല. അതുകൊണ്ട് ആ ഉസ്താദ് ചേർന്ന് ത്വരീഖത്താണോ, എന്നാൽ പിന്നെ എനിക്ക് അപ്പുറം ആലോചിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ത്വരീഖത്ത് കൂടി കുറേ ആൾക്കാരുണ്ട്.
ആ ത്വരീക്കത്ത് ഇപ്പം എന്തായി? ആ ത്വരീക്കത്ത് ചേർന്ന ആളുകളുടെ അവസ്ഥ എന്തായി? ആ ത്വരീക്കത്തിൻ്റെ അത് കൊണ്ടുനടന്നിരുന്ന ആളുകൾ മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അതിൻ്റെ ആളായിട്ട് ഏറ്റെടുത്തു. ഇപ്പം 2 or 3 ഗ്രൂപ്പുകളായിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പൂര് നടന്നുകൊടുക്കുകയാണ്. വളരെ മോശമായ രീതിയിലേക്ക് ആ സംവിധാനം മാറി. ഇത് മാത്രമല്ല, 1926 മുതൽ ഈ 2024 വരെ ഏതൊരു പ്രസ്ഥാനത്തെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് ശരിയല്ല, അവർ വഴിതെറ്റി സഞ്ചരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് അത് സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായ ഒരു പരമാർത്ഥമാണ്. സമസ്ത എടുക്കുന്ന തീരുമാനങ്ങളുടെ കാര്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിൻ്റെ പ്രവർത്തന പരിപാടികളെ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനും തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ സത്യസന്ധമായി സ്നേഹപൂർവ്വം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മേഖലാ ജില്ലാ കമ്മിറ്റികൾ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.